മച്ചാ, നീ അവിടെ ഉണ്ടായാ മതി. ഹരിയുടെ ഉറക്കം കളയാൻ അത് മതി. പിന്നെ ഉറങ്ങില്ല അവൻ. ഉറങ്ങരുത്. പാഷാണം. ഇതെന്തോന്ന് പണി അർജുന? ഒരുമാതിരി ചീള് കേസ്. ഓ, കണ്ട, നല്ല ഒന്നാന്തരം പണിയായി വിളിക്കുന്ന. അതാരാ ഈ നാട്ടിൽ മച്ചാനെ പണിക്ക് വിളിക്കാൻ മാത്രം? അത് വേറെ കണക്ഷനാ. കമ്പത്താൻഡോ ചായന്റെ പഴയൊരു സെറ്റപ്പാ. കോടീശ്വരിയാ പെണ്ണുമുള്ള. പേര് പറഞ്ഞ ചെലപ്പോ നീ അറിയും. സീതാലക്ഷ്മി. സീതാലക്ഷ്മിക്ക് എന്താ നീയുമായിട്ട്? കുറച്ചു മുമ്പ് അവരെനിക്കൊരു കൊട്ടേഷൻ തന്നു. ഒരു സ്പീഡ് വർക്ക്. ഒരുത്തനിട്ടൊരു പണി കൊടുക്കണം. കൊടുത്തു. ഒരു ആക്സിഡന്റ്. അവൻ ചത്തില്ല. ഇപ്പോ ഹോസ്പിറ്റലിലാന്നാ കേട്ടത്. ഇപ്പോ അവർക്ക് വേറൊരുത്തനിട്ടൊരു പണി കൊടുക്കണം. അന്നത്തെ ആക്സിഡന്റ് കേസിന്റെ ദൃക്സാക്ഷിയാണത്രേ. അവന് ഈ സീതാലക്ഷ്മിയുടെ മകളുമായിട്ട് എന്തോ ഇടപാടുണ്ട്. കേട്ടിടത്തോളം ഇതൊരു ചീള ചെക്കനാ. എന്നാ പിന്നെ ഞാൻ അവിടെ ചെല്ലട്ട. 1-2 ദിവസം ഡീസന്റ് ആയാലെങ്കിലേ തൊള്ള പണം. പിന്നെ വേറെ സ്ഥലം നോക്കേണ്ടി വരും. നീ ധൈര്യമായിട്ടിരുന്നോടെ അർജുന. ഞാൻ പുറത്ത് ചാടിച്ചു തരാം നിന്റെ കുയിലിനെയും മൈനെയൊക്കെ. പോരെ? പോന്നു. അമ്മയെ വിളിക്കണ്ട, ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ഒരു കൂരയ്ക്ക് താഴെ കഴിയുന്നവരല്ലേ. മൈനാന്നാ പേരല്ലേ? നല്ല രഹസ്യം പേരാട്ടോ. എന്താ മൈനെ, ഈ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ അത്ര വലിയ മോശക്കാരനൊന്നും അല്ല ഞാൻ. ഒരു പാവമാ. പിന്നെ ഒരുത്തനെ കൊന്ന കാര്യം സത്യം പറയാലോ, ഒരു കയ്യവത്തം പറ്റിയതാ. തന്നോട് പുറത്തു പോവാനാ പറഞ്ഞേ. ഇതെന്താ മൈനെ ഒരു സ്നേഹവും ഇല്ലാത്ത പോലെ? എന്തിനെങ്ങനെ ഭയക്കുന്നേ? നമുക്ക് വല്ല നാട്ടുവർത്താനൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാം.
നോക്കി പേടിപ്പിക്കണ്ട സാറേ. ഞാൻ രഘു, അമ്മിണിയമ്മയുടെ മകനാ. ഗർഭിണിയുള്ള വീടാണ്. ഈ സിഗരറ്റ് ഒന്ന് കളഞ്ഞേക്ക്. ഇതെന്റെ അമ്മ താമസിക്കുന്ന വീടാ. അപ്പോ താൻ പോകുന്നില്ലേ? എവിടേക്ക്? ഞാൻ പോകുന്നെങ്കിൽ എന്റെ അമ്മയും കൊണ്ടുപോകും. ഞാൻ പോണോ സാറേ? ഏയ്, ഇത് വളരെ മോശമാണ് സാറേ. ഈ പട്ടാപ്പകൽ ഈ പോക്കുവരവേ. ഒന്നുമില്ലെങ്കിലും പ്രായമായ ഒരു അമ്മ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം. ആ, കൊമ്പത്തുള്ളവർക്ക് എന്തും ആവാമല്ലോ. സാറ് ചെല്ല്. പുള്ളിക്കാരി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. ആ, ചെല്ലേ ചെല്ലേ. ഏട്ടാ, എന്താ മോളെ, നീ എന്താ വല്ലാതെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ഏട്ടാ. ആ, രഘു വല്ലതും? ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാ നീ കാര്യം തുറന്നു പറ. ഏയ്, ഞാനോരോന്ന് ഓർത്ത് വെറുതെ ഇങ്ങനെ. നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. രഘു ഒരു മർഡർ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി. അവനോടൊപ്പം ഒരു വീട്ടിൽ അമ്മയമ്മയെ പിണക്കാൻ കഴിയാത്തോണ്ടാ. ആ പാവത്തിനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി എന്റെ മുമ്പിൽ അവൻ നിൽക്കില്ല. തൊണ്ടയ്ക്കാവും പഴുത്താൽ എന്താ ചെയ്യാ? ഇറക്കുക, അത്ര തന്നെ. ആളുകൾ പരിഹസിക്കട്ടെ. ഞാൻ കാരണം ഹരിയേട്ടന്. നീ കാരണം? അതെ മോളെ, നീ ആയതുകൊണ്ടാ. ഹരിയേട്ടന് എന്ത് ത്യാഗവും സഹിക്കാം, എത്ര പഴിയും കേൾക്കാം. നീ സുഖായിരിക്കണം. അത് മാത്ര ഇപ്പൊ എന്റെ മുമ്പിലുള്ളത്. ആരും കൂട്ടുന്നില്ല എന്ന തോന്നൽ നിനക്കൊരിക്കലും ഉണ്ടാവരുത്. നീ പേടിക്കണ്ട. ഹരിയേട്ടന്റെ കണ്ണും മനസ്സും എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അമ്മണിയമ്മയോടൊപ്പം നിൽക്കരുതെന്ന് അവരുടെ മകനോട് നമ്മൾ എങ്ങനെ പറയും? അമ്മണിയമ്മ മകനെ സ്നേഹിക്കരുതെന്നും പറയാൻ കഴിയോ? ഈ ഒരു അവസ്ഥയിൽ രഘു അമ്മണിയമ്മയെ കൊണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വന്തം മകനോളം വരുമോ ആ സാധു സ്ത്രീക്ക് ഞാനും നീയൊക്കെ? ഹരിയേട്ടന് കുറച്ച് സമയം കൂടി നീ എനിക്ക് തരണം. ഹരിയേട്ടൻ മറ്റൊരിടം അന്വേഷിക്കുന്നുണ്ട്. നിന്നെ നോക്കാൻ മറ്റൊരാളെയും. അതുവരെ എന്റെ മോള് ഹരിയേട്ടനോട് ക്ഷമിക്ക്. ഞാൻ ഹരിയേട്ടനോട് ക്ഷമിക്കാണോ? ഹരിയേട്ടൻ ഇതെന്താ പറഞ്ഞ്? എന്നെ കാത്തു രക്ഷിക്കുന്ന ഈശ്വരൻ എന്നോട് ആ വാക്ക് പറയരുത്. സ്വന്തം ജീവിതത്തെക്കാൾ എന്തിനാ ഏട്ടാ എന്നിങ്ങനെ സ്നേഹിക്കുന്നത്? നീ ഒന്ന് നിർത്താമോ? നീ ഇങ്ങനെ കണ്ണീര് കാണിച്ചു നീയും തോൽപ്പിക്കില്ല ഹരിയേട്ടനെ. മണ്ണോളം വീണ് തോറ്റിട്ടും ഞാൻ പിടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ. നീ ജീവിക്കാൻ വേണ്ടിയാ. നീ കരയാതിരിക്കാൻ വേണ്ടിയാ. നിന്റെ കണ്ണീരിന് മുമ്പിലെങ്കിലും ഹരിയേട്ടനൊന്ന് ജയിച്ചോട്ടെ. ഗൗരി കഴിച്ചോ? ഇല്ല, ഞാൻ ചെന്ന് വിളിച്ചപ്പോ പിന്നെ വരാന്ന്. ഇവളിത് എന്തിനുള്ള പുറപ്പാടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ഇത്രയൊക്കെ ആയിട്ടും അവളുടെ ഉള്ളിൽ അവനാ ഹരി. ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചിരിക്കാനാണോ നമ്മൾ അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത്? ഒരു തന്റെ ഇടം കാണിക്കണ്ടേ? എന്തിനാ?
ഭർത്താവുമായി പിരിഞ്ഞിരിക്കുമ്പോ തന്റെ ഇടം കാണിക്കാൻ വേണ്ടിയാണോ അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത്? എന്തൊക്കെയാ ഈ പറയുന്നത്? അവളുടെ കുഞ്ഞിന്റെ അച്ഛനവൻ. അവൾ സ്നേഹിച്ചും പരിചരിച്ചും ഇത്രയും കാലം കൂടെ കഴിഞ്ഞ പുരുഷനവൻ. അത്ര പെട്ടെന്നൊന്നും ഗൗരിയുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയില്ല. പിന്നെ അവളൊന്നും ഇങ്ങനെ കഴിയാനാണോ? അവളുടെ ജീവിതം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയവും കാലവും ഉണ്ട്. നീ കിടന്ന് പഠിക്കാതെ. സമയവും കാലമൊക്കെ നോക്കിയിരുന്നു. ദേ ഞാൻ പറഞ്ഞേക്കാം, ഒരു പ്രായം അങ്ങ് കടന്നു പോയാലേ കൈയേക്കാൻ പിന്നെ ആരും വരില്ല. ദാ മോള് വന്നല്ലോ. ഇനിയെങ്കിലും അച്ഛന് വന്നൊന്ന് വല്ലതും കഴിച്ചൂടെ? നീ കഴിക്കാതെ കഴിക്കാനിരിക്കില്ലെന്ന് വാശി പിടിച്ചിരിക്കായിരുന്നു അച്ഛൻ. മോളെ വാ, നിനക്കിഷ്ടമുള്ള ഉള്ളിത്തീയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മോള് വരൂ. അവളെ ആഹാരത്തിനോട് പിണങ്ങിയിരിക്കരുത്. അതും ഒരു നേരത്തെ ആഹാരത്തിനായി കൊതിക്കുന്ന ഒരുപാട് പേരുള്ള ഈ ഭൂമിയില്. എനിക്ക് വിശപ്പില്ല. വിശപ്പൊക്കെ ഉണ്ട്. വിശപ്പില്ലെന്ന് നിനക്ക് തോന്നുന്നല്ലേ? ഇരിക്കേ. അതെ, മനസ്സിൽ ഓരോരോ ചിന്തകൾ കുത്തി നടക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്റെ മോളൊരു ഡോക്ടറല്ലേ, അങ്ങനെയൊക്കെ അങ്ങ് തളർന്നു പോകാമോ? അല്പം ഗഡ്സൊക്കെ വേണ്ടേ? മനസ്സ് ഫ്രീ ആയിട്ട് വെക്കുക. എന്തു വന്നാലും നേരിടുമെന്ന് ഉള്ളിൽ അങ്ങ് ഉറപ്പിക്കുക. പിന്നോട്ടല്ല നടക്കേണ്ടത്, നമ്മൾ മുന്നോട്ടാ. അല്ലെങ്കിലും തെറ്റ് ചെയ്ത് നീയല്ലല്ലോ മോളെ. തെറ്റ് ചെയ്തവര് പശ്ചാത്തപിക്കോ വിഷമിക്കോ ചെയ്യട്ടെ. അതെ, നമ്മുടെ ജയമോഹൻ ലീവിന് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? ജയമോഹൻ സിംഗപ്പൂരിലായിരുന്നു. നമ്മുടെ സരോജിനി ഒപ്പുന്റെ ചെറിയമ്മയുടെ മകൻ. ഓ, നിങ്ങൾക്ക് വലിയ ഇഷ്ടായിരുന്നല്ലോ അവനെ. എന്താ വിശേഷം? അവൻ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സരോജിനി ഒപ്പ് എന്നെ വിളിച്ചിരുന്നു. ഗൗരിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ ഞാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞു. നീ എന്തിനാ വെറുതെ അവരോടൊക്കെ? പിന്നെ അവരന്യരൊന്നും അല്ലല്ലോ. ഗൗരി ഓർക്കുന്നുണ്ട് ജയമോഹനെ? ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതും സരോജിനി ഒപ്പ് ഒരേ കരച്ചില്. ഞാനും കരഞ്ഞു. ഒടുക്കം അവരിങ്ങോട്ട് പറയാ, എന്തിനാ വിഷമിക്കുന്നേ, ഗൗരിയെ ഞങ്ങൾക്ക് ഇങ്ങ് തന്നൂടേന്ന്. പണ്ട് ജയമോഹന് വേണ്ടി ഗൗരി അവരെ ആലോചിച്ചതാ. അതിനിടയിലല്ലേ ഹരി എന്ന് പറയുന്ന ആ ദുഷ്ടം കയറി വന്നത്. നല്ല പയ്യനാ ജയൻ. നല്ല ചുറ്റുപാടും കാണാനും കൊള്ളാം. സരോജിനി ഒപ്പം ഇങ്ങോട്ട് കയറി ചോദിച്ചത് എന്റെ അതിശയം. അല്ല, നമ്മുടെ മോക്ക് എന്താ ഒരു കുറവ്? ജയനും ഗൗരിയും തമ്മിൽ നല്ല ചർച്ചയാ. ജയൻ മാരീഡ് അല്ലേ? ഓ, അതൊരു മദാമ്മ. അവളെന്തോ ഗവേഷണമൊന്നും പറഞ്ഞു വന്നതാ. അവളങ്ങ് തിരിച്ചുപോയി. ഭാഗ്യം, ആ ബന്ധത്തിൽ കുട്ടികളൊന്നുമില്ല. ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു പെൺകുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്ന മകളെ കുറിച്ചുള്ള ആവലാതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരും പേടിക്കണ്ട, ഞാനും എന്റെ മോളും ആർക്കൊരു ഭാരമാവില്ല. അമ്മ, എനിക്കൊരു ജോലിയുണ്ട്. എന്റെ മകളെ പഠിപ്പിക്കാനും വളർത്താനും അത് മതി എനിക്ക്. ഗൗരി, എന്റെ ഭാവിയെ കുറിച്ചോർത്ത് അമ്മ സങ്കടപ്പെടണ്ട. ഭർത്താവില്ലാത്ത എത്രയോ സ്ത്രീകള് അന്തസ്സോടെ ജീവിക്കുന്ന നാടാണമ്മേ നമ്മുടേത്. അതിലൊരാളാവൻ എനിക്കാവും. എന്റെ അച്ഛനും ഞാനൊരു ഭാരമായി തോന്നുന്നുണ്ടോ? ഒരു വാക്ക് പറഞ്ഞാ മതി അച്ഛാ, ഇറങ്ങി തന്നോളാം ഞാൻ.
മുത്തേ. ഹായ് അമ്മേ. ആ, വേണു വന്നോന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. ആരാ നീ? അയ്യോ, അമ്മയ്ക്ക് അറിയില്ല എന്നെ? മനോജ്. ഞാൻ വേണുവിനോടൊപ്പം ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ വിളമ്പി തന്ന ഭക്ഷണവും കുറെ കഴിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? വേണുവിന്റെ കൂട്ടുകാരനാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ നിന്നെ എനിക്കറിയില്ല. പിന്നെ ഇവിടെ വരാത്ത വേണുവിന്റെ കൂട്ടുകാർ അവിടെയും വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലില്. നീ ഹോസ്പിറ്റലിൽ വന്നിരുന്നോ? അല്ല, അത് പിന്നെ വേണു ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാതെ. വേണു ഏത് ഹോസ്പിറ്റലിലാണെന്ന് പോലും അറിയാത്ത ഒരു ഫ്രണ്ട്. മോനെ, നിന്റെ ഈ പ്രായത്തിൽ നീ ഈ കാണിച്ചു കൂട്ടുന്നതിനപ്പുറം ചെയ്തും കാണിച്ചും നടന്നവനാ വേണു. അവന്റെ അമ്മയാ ഞാൻ. നീ ആരാണെന്ന് എനിക്കറിയില്ല, നിന്റെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയില്ല. നമ്മളറിയാത്ത കൂട്ടുകാരും ഉണ്ടാവില്ലേ അമ്മ വേണുവിന്? ഇയാള് മുമ്പൊരിക്കലും വേണോട്ടിനെ തിരക്കി ഇവിടെ വന്നിരുന്നു, അമ്മ കണ്ടിട്ടില്ലേ? ആരായാലും കുടുംബത്തിൽ വന്നു കയറിയവരെ മുഷിപ്പിക്കരുതെന്നാണല്ലോ. എന്തായാലും നീ ഇരിക്ക്, വേണുവിനെ കാണാം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇവിടെ എല്ലാരും ഉണ്ടാവുമെന്ന് അറിയാവുന്നില്ലേ? അതാണ് എന്റെ ബുദ്ധി. എല്ലാരും ഉള്ളപ്പോ വരിക. വേണുവിന്റെ സുഹൃത്താണ് ഞാനെന്ന് ഉറപ്പിക്കുക. എന്റെ മുഖം ഇവർക്കൊക്കെ ഫെമിലിയർ ആയ പിന്നെ എനിക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. വേണുവിന്റെ സംസാരശേഷിയൊക്കെ വീണ്ടും കിട്ടി. ദാ, ഇവൻ എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറയുന്ന നാൾ വരെ. എങ്ങനെയുണ്ട്? ഇതൊക്കെ വേറെ വല്ലയിടത്തും നടക്കും, ഈ വീട്ടിൽ നടക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ തള്ളേ? CIDകളുടെ ബുദ്ധിയാ. ചെകുത്താന് പോലും വക്രബുദ്ധി ലോൺ കൊടുക്കുന്ന എന്റെ അമ്മ സീതാലക്ഷ്മി പോലും ഈ തള്ളയുടെ മുമ്പിൽ ഫ്ലാറ്റാ. പിന്നെയാ നീ. ഈ ബുദ്ധി നീ മാറ്റി വെക്കുന്നയാ നല്ലത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ നാള് തൊട്ട് എന്റെ പുറകെ കൊലക്കത്തിയും കൈക്കൂലിയായിട്ട് നടക്കുകയായിരുന്നില്ലേ നിന്റെ അമ്മ സീതാലക്ഷ്മി? എന്നിട്ടോ ഇപ്പോ ഞാൻ കെട്ടിയ ചരടി കിടന്ന് പറക്കല്ലേ. അതുപോലെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടാവും, ഞാൻ അതിൽ പിടിച്ചോളാം. ചെല്ല്. ആ തള്ളയുടെ വീക്ക്നെസ് അംബികയാ. അവളെ തൊട്ട് കളിക്കാനും മാത്രമൊന്നും മനോജ് വളർന്നിട്ടില്ല. ഗീതു അല്ല അംബിക. വരട്ടെ. നിന്റെ അമ്മയ്ക്ക് എന്നോടൊരു ഭയവും ബഹുമാനവും ഒക്കെ തോന്നണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവരുടെയൊക്കെ നടുവിൽ എപ്പോഴും ഉണ്ടാവണം. ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ബോംബും ശരീരത്തിൽ ഘടിപ്പിച്ച് ആൾക്കൂട്ടത്തിന് നടുവിൽ വന്ന് കയറിയ ചാവേറിനെ പോലെ. ആ, എവിടെ എന്റെ ഫ്രണ്ട് മിസ്റ്റർ വേണുഗോപൻ? വേണുവിന്റെ ഫ്രണ്ടാ, കാണാൻ വന്നതാ. വേണു, ഓർക്കുന്നുണ്ടോ എന്നെ? നീ മറക്കാൻ വഴിയില്ല. നീ ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. ഇത് ഞാനാ വേണു, മനോജ്.